ബിസിനസ് സ്റ്റഡീസ് ചാപ്റ്റർ 4 ബിസിനസ് സർവീസസ് ഓഡിയോ ഓവർവ്യൂ. നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബിസിനസ് സ്റ്റഡീസിലെ 4ാമത്തെ ചാപ്റ്ററാണ്. ബിസിനസ് സർവീസസ്, അതായത് ബിസിനസ് സേവനങ്ങൾ. ബിസിനസ് സർവീസസ് പരീക്ഷയ്ക്ക് ഒരാഴ്ചയേ ഉള്ളൂ അല്ലേ? ഈ ചാപ്റ്റർ കാണുമ്പോൾ ഒരു പേടി തോന്നുന്നുണ്ടോ? എവിടുന്ന് തുടങ്ങണം, എന്തൊക്കെയാ പഠിക്കേണ്ടതെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ അല്ലേ? പേടിക്കേ വേണ്ട. നമുക്ക് ഒരുമിച്ച് ഈ ചാപ്റ്ററിലെ ഓരോ ഭാഗവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ സിമ്പിളായി പഠിക്കാം. ഇത് കഴിയുമ്പോഴേക്കും ഈ ചാപ്റ്റർ നിങ്ങൾക്ക് വളരെ ഈസിയായി മാറും, ഉറപ്പ്. അപ്പോൾ ശരി, നമുക്ക് തുടങ്ങാം. ആദ്യത്തെ സെഷൻ, സർവീസസ് ദി ഇൻവിസിബിൾ ഫൗണ്ടേഷൻ, അതായത് സേവനങ്ങൾ. ഈ ചാപ്റ്ററിലെ ബാക്കി വരുന്ന ബാങ്കിംഗ്, ഇൻഷുറൻസ്, ഇതൊക്കെ ഓരോ തരം സർവീസാണ്. അപ്പോൾ എന്താണൊരു സർവീസ് എന്ന് നമ്മൾ ആദ്യം തന്നെ ക്ലിയറാക്കിയാൽ ഈ ചാപ്റ്ററിന്റെ ബേസ് സ്ട്രോങ് ആയി. ആദ്യം തന്നെ ഈ ഗുഡ്സും സർവീസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കിയാലോ? ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് പറയാം. നമ്മളൊരു ഫോൺ വാങ്ങുന്നു. അതൊരു ഗുഡാണ് അല്ലേ? നമുക്കത് കയ്യിലെടുക്കാം, കാണാം, അത് നമ്മുടേതാണ്. പക്ഷെ ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോഴോ, അവിടുന്ന് കിട്ടുന്നത് ഒരു സർവീസാണ്. അത് നമുക്ക് അനുഭവിക്കാനേ പറ്റൂ, അല്ലാതെ ആ ചികിത്സയെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റില്ലല്ലോ. ഇതാണ് ഏറ്റവും ബേസിക്കായ വ്യത്യാസം. അപ്പോൾ പരീക്ഷയ്ക്ക് വാട്ട് ഈസ് എ സർവീസ് എന്ന് ചോദിച്ചാൽ എന്തെഴുതും? ശ്രദ്ധിച്ചു കേൾക്കണം, ഇത് അപ്പടെ നോട്ടിൽ എഴുതിയെടുക്കാം. സർവീസ് എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായി തിരിച്ചറിയാൻ പറ്റുന്ന, പക്ഷേ തൊടാനോ കാണാനോ പറ്റാത്ത, അതായത് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്ന പ്രവർത്തനങ്ങളാണ്. ഈ ഡെഫിനേഷൻ ബൈഹാർട്ട് ചെയ്യണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്നത് പരീക്ഷയ്ക്ക് ഷ്യൂറായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് 5 ഐസ് ഓഫ് സർവീസസ്, സേവനങ്ങളുടെ 5 പ്രധാനപ്പെട്ട സ്വഭാവങ്ങൾ. ഇത് ഓർക്കാൻ എളുപ്പമാണ്. നമുക്കൊരു ഹെയർ കട്ടിൻ്റെ ഉദാഹരണം വെച്ചിത് പഠിക്കാം. ഒന്നാമത്തത് ഇൻടാഞ്ചിബിലിറ്റി. ഹെയർ കട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീല് കിട്ടും, പക്ഷേ ആ സർവീസിന് നമുക്ക് തൊട്ടു നോക്കാൻ പറ്റില്ല അല്ലേ? രണ്ടാമത്തത് ഇൻകൺസിസ്റ്റൻസി. ഒരേ ബാർബർ തന്നെ നമുക്ക് മുടി വെട്ടി തന്നാലും എല്ലാ പ്രാവശ്യം 100% ഒരുപോലെ ആകണമെന്നില്ല, അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. മൂന്നാമത്തത് ഇൻസെപ്പറബിലിറ്റി. മുടി വെട്ടണമെങ്കിൽ നമ്മളും ആ ബാർബറും ഒരേ സ്ഥലത്ത് ഒരേ സമയം വേണം. സേവനം നൽകുന്നതും സ്വീകരിക്കുന്നതും ഒന്നിച്ചാണ് നടക്കുന്നത്. നാലാമത്തത് ഇൻവെൻട്രി, അതായത് സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ സർവീസ് നാളത്തേക്ക് മാറ്റിവെക്കാൻ പറ്റില്ലല്ലോ. അഞ്ചാമത്തത് ഇൻവോൾവ്മെൻറ്റ്. നമ്മളവിടെ ഇരുന്ന് ഇങ്ങനെ വെട്ടണം, സൈഡ് കുഴയ്ക്കണം എന്നൊക്കെ പറയുന്നില്ലേ? അപ്പോൾ കസ്റ്റമറുടെ ഒരു പങ്കാളിത്തം കൂടി അവിടെ ആവശ്യമാണ്. ഈ 5 ഐകളും മറക്കരുത്. ഓക്കെ, അപ്പോൾ സർവീസസ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ബിസിനസ് സർവീസിലേക്ക് കടക്കാം. ബാങ്കിംഗ്. ഏതൊരു ബിസിനസ്സിൻ്റെയും ജീവനാഡി എന്ന് പറയുന്നത് പണമാണ്. ആ പണത്തിൻ്റെ ഒഴുക്ക് കൺട്രോൾ ചെയ്യുന്നതിൽ ബാങ്കുകൾക്ക് വലിയൊരു പങ്കുണ്ട്. എന്താണ് ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക്? സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പണം, അതായത് ഡെപ്പോസിറ്റ്സ്, സ്വീകരിക്കുകയും ആ പണം ലോണായിട്ടോ ഇൻവെസ്റ്റ്മെൻ്റായിട്ടോ ആവശ്യമുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. 2 പ്രധാന കാര്യങ്ങൾ: പണം വാങ്ങുന്നു, പണം കൊടുക്കുന്നു. ഈ കമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രധാനമായിട്ടും 2 തരമുണ്ട്. ഒന്ന് പബ്ലിക് സെക്ടർ ബാങ്ക്സ്, അതായത് ഗവൺമെൻറ്റിന് കൂടുതൽ ഷെയറുള്ള ബാങ്കുകൾ. നമ്മുടെ SBI ഒക്കെ ഇതിനൊരു ഉദാഹരണമാണ്. രണ്ടാമത്തേത് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്. ഇത് സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലായിരിക്കും. HDFC, ICIC ഒക്കെ പോലെ. ഇതൊരു എസ്സേ ക്വസ്റ്റ്യനായിട്ടൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒന്നാണ്. ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെ? നമുക്ക് പോയിൻ്റായിട്ട് നോക്കാം. 1. ആക്സെപ്റ്റൻസ് ഓഫ് ഡിപ്പോസിറ്റ്സ്. നമ്മൾ പണം ബാങ്കിൽ കൊണ്ടുപോയി ഇടുന്നു. 2. ലെൻഡിംഗ് ഓഫ് ഫണ്ട്സ്. ബാങ്ക് ആ പണം മറ്റുള്ളവർക്ക് ലോണായി കൊടുക്കുന്നു. 3. ചെക്ക് ഫെസിലിറ്റി. പണം കയ്യിൽ കൊണ്ടു നടക്കാതെ ചെക്ക് വെച്ച് ഇടപാട് നടത്താൻ സഹായിക്കുന്നു. 4. റെമിറ്റൻസ് ഓഫ് ഫണ്ട്സ്. ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പണം അയക്കാൻ സഹായിക്കുന്നു. പിന്നെ 5ാമതായി അലൈഡ് സർവീസസ്, അതായത് ലോക്കർ, കാർഡുകൾ, അങ്ങനെയുള്ള മറ്റ് സേവനങ്ങൾ. ഈ പോയിന്റുകൾ ഓർത്തുവെച്ച് ഒന്ന് വിശദീകരിക്കാൻ പഠിക്കണം. ഇന്നത്തെ കാലത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഇ ബാങ്കിംഗ്. എന്താണിത്? നമ്മുടെ കമ്പ്യൂട്ടറോ മൊബൈലോ ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് വഴി ബാങ്കിംഗ് കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ഇ ബാങ്കിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്താ? 24/7 നമുക്ക് സർവീസ് കിട്ടും. ബാങ്കിൽ പോയി ക്യൂ നിൽക്കണ്ട, എവിടെ ഇരുന്നും കാര്യങ്ങൾ ചെയ്യാം. ഇതൊരു ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ശരി, ബാങ്കിംഗ് കഴിഞ്ഞു. ഇനി അടുത്ത പ്രധാനപ്പെട്ട സർവീസിലേക്ക് പോകാം: ഇൻഷുറൻസ്. ഒരു ബിസിനസ് നടത്തുമ്പോൾ എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കാം. ഒരു തീപിടുത്തം അല്ലെങ്കിൽ ഒരു മോഷണം, അങ്ങനെയുള്ള അപ്രതീക്ഷിത നഷ്ടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ഒരു കവചമാണ് ഇൻഷുറൻസ്. ഇൻഷുറൻസ് എന്ന ആശയം വളരെ സിമ്പിളാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഭാവിയിൽ വരാൻ സാധ്യതയുള്ളൊരു വലിയ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ നമ്മൾ എല്ലാ മാസവും അല്ലെങ്കിൽ വർഷവും ഒരു ചെറിയ തുക ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കുന്നു. ആ തുകയാണ് പ്രീമിയം എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ റിസ്ക്, ആ നഷ്ടസാധ്യത നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് കൈമാറുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ ഞാൻ ഒന്നുകൂടി പറയുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. ദ 7 പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. ഇൻഷുറൻസിൻ്റെ 7 അടിസ്ഥാന തത്വങ്ങൾ.
പരീക്ഷയ്ക്ക് ഉറപ്പായും ഇതിൽ നിന്ന് ഒരു വലിയ ചോദ്യം പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഓരോന്നും വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പോൾ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. എന്താ അതിൻ്റെ അർത്ഥം? പരമമായ ഉത്തമ വിശ്വാസം. അതായത് ഇൻഷുറൻസ് എടുക്കുന്നയാളും ഇൻഷുറൻസ് കമ്പനിയും തമ്മിൽ എല്ലാ കാര്യങ്ങളും 100% സത്യസന്ധമായി തുറന്നു പറഞ്ഞിരിക്കണം. ഒരു അസുഖത്തിന്റെ കാര്യമോ മറ്റോ മറച്ചുവെച്ച് ഇൻഷുറൻസ് എടുത്താൽ പിന്നീട് പ്രശ്നമാകും. മൂന്നാമത്തെ തത്വം ഇൻഡെംനിറ്റി. ഇതിനർത്ഥം നഷ്ടപരിഹാരം എന്നാണ്. ഒരു നഷ്ടം സംഭവിച്ചാൽ ഇൻഷുറൻസ് കമ്പനി നിങ്ങളെ ആ നഷ്ടം സംഭവിക്കുന്നതിന് മുൻപുള്ള അതേ സാമ്പത്തിക അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരണം. അതിൽ കൂടുതൽ ഒരു ലാഭമുണ്ടാക്കാൻ പാടില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഈ തത്വം ലൈഫ് ഇൻഷുറൻസിന് ബാധകമല്ല. ഒരാളുടെ ജീവന് വിലയിടാൻ പറ്റില്ലല്ലോ. ഇനി ബാക്കി തത്വങ്ങൾ കൂടി വേഗത്തിൽ നോക്കാം. പ്രോക്സിമേറ്റ് കോസ്, അതായത് നഷ്ടത്തിന്റെ ഏറ്റവും അടുത്ത കാരണം പോളിസിയിൽ പറയുന്ന ഒന്നായിരിക്കണം. സബ്രോഗേഷൻ, നഷ്ടപരിഹാരം കിട്ടിക്കഴിഞ്ഞാൽ ആ കേടുവന്ന വസ്തുവിന്റെ അവകാശം ഇൻഷുറൻസ് കമ്പനിക്കായിരിക്കും. കോൺട്രിബ്യൂഷൻ, ഒരേ സാധനത്തിന് ഒന്നിൽ കൂടുതൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എല്ലാ കമ്പനികളും കൂടെ ചേർന്നാണ് നഷ്ടം നികത്തുക. അവസാനമായി മിറ്റിഗേഷൻ, ഒരു നഷ്ടമുണ്ടാകുമ്പോൾ അത് പരമാവധി കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കണം. തീ പിടിച്ചാൽ അത് കെടുത്താൻ നോക്കാതെ മാറി നിന്നാൽ നഷ്ടപരിഹാരം കിട്ടില്ല. ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കൂ. ലൈഫ്, ഫയർ, മറീൻ ഇൻഷുറൻസ് തമ്മിലുള്ള വ്യത്യാസങ്ങളാണത്. ഇതിൽ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ലൈഫ് ഇൻഷുറൻസിൽ പോളിസി എടുക്കുന്ന സമയത്ത് മാത്രം ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മതി. പക്ഷേ ഫയർ, മറീൻ ഇൻഷുറൻസുകളിൽ അങ്ങനെയല്ല. പോളിസി എടുക്കുമ്പോഴും നഷ്ടം സംഭവിക്കുമ്പോഴും ആ ഇൻട്രസ്റ്റ് വേണം. അതുപോലെ ഇൻഡെംനിറ്റി എന്ന പ്രിൻസിപ്പിൾ ലൈഫ് ഇൻഷുറൻസിന് ബാധകമല്ല. ഈ വ്യത്യാസങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇൻഷുറൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് ആ അവസാനത്തെ 2 സർവീസുകൾ കൂടി പെട്ടെന്ന് നോക്കാം. 4ാമത്തത് കൊമ്മ്യൂണിക്കേഷൻ, അതായത് ആശയവിനിമയം. 5ാമത്തത് വെയർഹൌസിംഗ്, അതായത് സംഭരണം. ബിസിനസ്സിൽ വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ കൊമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നു. സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ വെയർഹൌസിംഗും. ഇതിൽ വെയർഹൌസിംഗിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് വെയർഹൌസിംഗ്? പണ്ടത്തെപ്പോലെ സാധനങ്ങൾ വെറുതെ കൂട്ടിയിടുന്ന ഒരു ഗോഡൌൺ അല്ല ഇന്നത്തെ വെയർഹൌസ്. ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെ ക്വാളിറ്റിയും വിലയും നഷ്ടപ്പെടാതെ വളരെ ശാസ്ത്രീയമായി സിസ്റ്റമാറ്റിക്കായി സംഭരിച്ചു വെക്കുന്നതിനെയാണ് വെയർഹൌസിംഗ് എന്ന് പറയുന്നത്. വെയർഹൌസിന് പല ജോലികളുണ്ട്. അതിലൊന്നാണ് ബ്രേക്ക് ദ ബൾക്ക്. അതായത് ഫാക്ടറിയിൽ നിന്ന് വരുന്ന ഒരു വലിയ ലോഡ് സാധനങ്ങൾ അത് വെയർഹൌസിൽ വെച്ച് ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി പല കടകളിലേക്കായി അയക്കുന്നു. അതുപോലെ സീസണിൽ മാത്രം കിട്ടുന്ന സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ച് എല്ലാ കാലത്തും ലഭ്യമാക്കാനും അങ്ങനെ വില കൂടാതെ നോക്കാനും വെയർഹൌസുകൾ സഹായിക്കും. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ എല്ലാ പ്രധാനപ്പെട്ട ആശയങ്ങളും കവർ ചെയ്തു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ ഇത് ഓർത്തിരിക്കും? അതിനുള്ളൊരു ഫൈനൽ എക്സാം ഗെയിം പ്ലാനാണ് അടുത്തത്. ഈ കാണുന്ന വാക്കുകളുടെ ഡെഫിനിഷൻ നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കണം. ഓരോന്നിനും ഒരു 2-3 വരിയിൽ ഉത്തരം എഴുതാൻ റെഡിയായിരിക്കണം. സർവീസ്, ബാങ്കിംഗ്, ഇൻഷുറൻസ്, ഇ ബാങ്കിംഗ്, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, ഇൻഡെംനിറ്റി. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടവ. ഇവയുടെ നിർവചനം മാത്രം പഠിച്ചാൽ പോലും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അവസാനമായി ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇൻഷുറൻസിന്റെ 7 തത്വങ്ങൾ. ഇതൊരു സ്ഥിരം എസ്സേ ക്വസ്റ്റ്യനാണ്. ആ 7 പേരുകളും ഓരോന്നിനെക്കുറിച്ചും 1-2 വാചകത്തിൽ ഒരു വിശദീകരണവും കൃത്യമായി പഠിച്ചു വയ്ക്കുക. ഇത് നിങ്ങൾക്ക് നല്ല മാർക്ക് ഉറപ്പായും കൊണ്ടുതരും. ഇപ്പോൾ ഈ ചാപ്റ്ററിനെക്കുറിച്ചൊരു ക്ലിയർ ഐഡിയ കിട്ടിയില്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നേയുള്ളൂ. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നമ്മൾ ഈ പറഞ്ഞ പോയിന്റുകൾ വെച്ചൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ എല്ലാം മനസ്സിൽ തറച്ചു നിന്നോളും. ഒരു പേടിയും വേണ്ട. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ എല്ലാ ചോദ്യങ്ങൾക്കും നന്നായി ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ പരീക്ഷ എഴുതാൻ റെഡിയല്ലേ? എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.